Hello guys, this is WordPress series in the 5th video. In this session, we will WordPress website content add multiple pages create this videos miss WordPress playlist videos this channel video introduce this channel data science, technology, programming, digital marketing, artificial intelligence, testing videos post this channel goal ഏതൊരു കരിയർ ഗ്യാപ്പ് വന്നവർക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളവർക്ക് ടെക് ജോബ് എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫിഡിയർ ലേണിംഗ്. നമുക്കിനി ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് കണ്ടൻ്റാണ് ആവശ്യം. ഓക്കെ, കണ്ടൻറ്റ് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള പേജസ് കൂടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ പേജിനകത്ത് അവിടെ ഹോം എന്ന് കാണിക്കേണ്ട. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു യൂസർ നമ്മുടെ ഹോം പേജിൽ ഹോം എന്ന് പറഞ്ഞ് കാണുന്നത്. ഇപ്പം നമുക്കത് കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോം എന്ന് കാണിക്കുന്നത് മാറ്റാൻ പറ്റും. അതിന് ജസ്റ്റ് നമ്മൾ ടൈറ്റിലിൽ തന്നെ പോവുക. ടൈറ്റിലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഹോം എന്നുള്ള ഡിസ്പ്ലേ ഹെഡിങ് എന്നുള്ളത് നമുക്ക് ഡിസേബിൾ ആക്കി കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഹോം എന്നുള്ള ആ ഒരു ടൈറ്റിലിൽ നമുക്ക് ഹോം എന്ന് പറഞ്ഞൊരു ഇത് കാണിക്കത്തില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വ്യൂ പേജ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ആ ഹോം എന്തായി പോയി. ഇനി ജസ്റ്റ് നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള പേജസ് കൂടെ അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓക്കെ, പേജസ് ക്രിയേറ്റ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോം ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എത്ര പേജസ് വേണം എന്നുള്ളത് നമുക്ക് ആഡ് ന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലോഗ് എന്ന് പറഞ്ഞ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സർവീസസ് എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിഷ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടേ വരത്തുള്ളൂ കേട്ടോ അത്. ഓക്കെ, ബ്ലോഗായി, ഹോമായി, സർവീസസ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എബൌട്ട് അസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കോണ്ടാക്ട് അസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജസ് ഒക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പേജസ് ഒക്കെ ആയിട്ടുണ്ട്. സർവീസസ്, അതുപോലെ തന്നെ ഹോം, അതുപോലെ സർവീസസ്, അതുപോലെ തന്നെ കോണ്ടാക്ടസ്, ബ്ലോഗ്, എബൌട്ടസ്, ഇത്രയും പേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ഒരു കാര്യം നോക്കുക, നമ്മുടെ ഫസ്റ്റ് പേജ് കണ്ടോ, അത് ഇതുവരെ മാറിയിട്ടില്ല. ഒരു യൂസർ edustudents.epc.com എന്ന് അടിച്ച് കയറുമ്പോൾ കാണുന്നത് ഇതേ ഈ ഒരു പേജാണ്. മൈ ബ്ലോഗ്, മൈ വേർഡ്പ്രസ് ബ്ലോഗ്, ഇങ്ങനെയുള്ളൊരു പേജാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അവിടെ എന്താ കാണേണ്ടത്? നമ്മുടെ ഹോമാണ് കാണേണ്ടത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ നമ്മുടെ ഹോം ആക്കി കൊടുക്കാം. നമ്മുടെ പേജ് ചേഞ്ച് ചെയ്ത് അവിടെ ഹോം ആക്കി കൊടുക്കാം. ഹോം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിനകത്ത് റീഡിങ്സിനകത്ത് പോവുക. റീഡിങ്ങിൽ പോയതിന് ശേഷം നമ്മുടെ പേജ് മാറ്റി ഒരു സ്റ്റേറ്റിക് പേജ് ആക്കി കൊടുക്കുക. ഹോം പേജ് സെലക്ട് ചെയ്ത് ഹോം എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് പേജ് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോഗ് കൊടുക്കാം. പോസ്റ്റ് പേജ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള പേജ് കൊടുക്കാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ അവിടെ ബ്ലോഗ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ യൂസർ കയറുന്ന പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. കണ്ടോ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ആയിട്ടുണ്ട്, നമ്മുടെ ഹോം പേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ സൈറ്റ് ടൈറ്റിലും നമ്മുടെ ടാഗ് ലൈനും കണ്ടോ, ഇവിടെ മൈ ബ്ലോഗ് എന്നും മൈ വേർഡ്പ്രസ് ബ്ലോഗ് എന്ന് കിടക്കുന്നത്. നമുക്കപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? സെറ്റിങ്സിനകത്തോട്ട് വരിക. സെറ്റിങ്സിനകത്ത് ജനറലിൽ പോവുക. നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആ സൈറ്റ് ടൈറ്റിലും അതുപോലെ ടാഗ് ലൈനും ഇപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട.
നമുക്ക് പോകെ പോകെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. ഇപ്പം നമുക്ക് സൈറ്റ് ടൈറ്റിൽ മാറ്റി കൊടുക്കാം. സൈറ്റ് ടൈറ്റിൽ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂർ സ്റ്റുഡൻസ് ട്രെയിനിങ് എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടാഗ് ലൈൻ മാറ്റിയിട്ട് നമുക്ക് എഡ്യൂർ ഫോർ യുവർ ബെറ്റർ കരിയർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത് ക്യാപ്സ് ആക്കി കൊടുക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ക്യാപ്സ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴെ പോയിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി, കണ്ടോ നമ്മുടെ സൈറ്റ് ടൈറ്റിലും ടാഗ് ലൈനും മാറിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും നമുക്കത് റിഫ്ലക്ട് ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പല വെബ്സൈറ്റിലും കാണാറുണ്ട് ഇവിടെ അവരുടെ ഈ ഒരു മെനൂസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോം, അതുപോലെ തന്നെ സർവീസ്, എബൌട്ട് അസ്, കോണ്ടാക്ട് അസ്, ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വെബ്സൈറ്റിലും നമ്മളൊരു മെനു കാണാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിലും ആ ഒരു മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിനകത്ത് തന്നെ പോവുക. ഓക്കെ, മെനു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അപ്പിയറൻസിനകത്ത് പോവുക. അപ്പിയറൻസിനകത്ത് പോയതിനു ശേഷം അപ്പിയറൻസിനകത്ത് മെനൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മെനൂസ് സെലക്ട് ചെയ്യാം. മെനു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മെനുവിന് ഒരു നെയിം കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ മെയിൻ മെനു ആണെന്ന് കൊടുക്കാം. മെയിൻ മെനു ആണെന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെനു ക്രിയേറ്റ് ചെയ്യാം. ഡിസ്പ്ലേ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ തന്നെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ മെനുവിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ മെനുവിനകത്ത് നമുക്ക് നമ്മുടെ ഹോം കാണണം. ഹോം എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ടു മെനു കൊടുക്കുക. അപ്പം അതിവിടെ ഈ ഒരു ലൊക്കേഷനിൽ വരും. ഇപ്പം ഹോമിന് ശേഷം നമുക്ക് വരേണ്ടത് നമ്മുടെ ബ്ലോഗാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോഗ് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ എബൌട്ട് അസ്, അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് അസ്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സെലക്ട് ചെയ്യാം. ഓക്കെ, സർവീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണേണ്ടത് കോണ്ടാക്റ്റ് ആണ്. കോണ്ടാക്ട് അസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എബൌട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എബൌട്ട് അസ് കഴിഞ്ഞതിന് ശേഷം മതി കോണ്ടാക്ട് എങ്കിൽ നേരെ എബൌട്ട് അസിനെ എടുത്ത് മുകളിൽ കൊണ്ടു കിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് മെനു കൊടുക്കുക. ആ മെനു നമ്മളൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്ന് അപ്ലോഡ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഇനി ഈ മെനു നമുക്ക് അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു യൂസർ എന്ത് കാണുന്നു ആ ഒരു പേജ്, യൂസർ പേജിൽ പോവുക. URL ഡൊമൈൻ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഹോം, ബ്ലോഗ്, സർവീസ്, എബൌട്ട് അസ്, കോണ്ടാക്ട് അസ്, ഇത്രയും നമ്മുടെ പേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്ലോഗ് ജസ്റ്റ് ബ്ലോഗ് എന്ന് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ബ്ലോഗ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി ഈ പേജസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേജ് ഇനി കസ്റ്റമൈസേഷൻ ആണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ ബാക്കെൻഡിലേക്ക് വരിക. ബാക്കെൻഡിലേക്ക് വന്നതിന് ശേഷം കസ്റ്റമൈസ് ചൂസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇപ്പം ഈ കസ്റ്റമൈസിനകത്താണ് നമ്മുടെ ഒരു ഡിസൈൻ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോണ്ട് എങ്ങനെ ഇരിക്കണം, നമ്മുടെ മെനു എന്തൊക്കെ വേണം, മെനുവിൽ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസ് ആഡ് ചെയ്യണമെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്, അത് നമ്മൾ നമ്മുടെ ഈ ഒരു കസ്റ്റമൈസേഷനകത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും ഈ ഒരു ഇതുവരെയുള്ള സെക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം.